ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയുടെ 21ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വീണ്ടെടുപ്പ്. മനുഷ്യവർഗത്തെ പാപത്തിൽ വീണുപോയ മാനവജനതയെ സൃഷ്ടാവായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും വീണ്ടെടുക്കാൻ കഴിയില്ല. മനുഷ്യൻ അവൻ്റെ അധ്വാന ഫലം കൊണ്ടോ കർമ്മമാർഗങ്ങൾ കൊണ്ടോ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ അധ്വാനങ്ങൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഒരിക്കലും അവനെ തന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനല്ല. വീണുകിടക്കുന്ന മനുഷ്യന് ഒരിക്കലും താൻ വീണവനാണ്, ദൈവ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോയവനാണെന്ന് പലപ്പോഴും തിരിച്ചറിയാറില്ല. ദൈവം അത് വെളിപ്പെടുത്തുമ്പോഴാണ് താൻ വീണ് കിടക്കുന്നു, തൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം ഇതല്ല, ലക്ഷ്യം ഇതല്ലെന്ന് തിരിച്ചറിയുന്നത്. ആയിരിക്കുന്നതായ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ വീണ്ടെടുക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കരം അവനിലേക്ക് നീട്ടിവെക്കണം. ദൈവം അത് ചെയ്തിട്ടുണ്ട്. ദൈവം വളരെ വ്യക്തമായി, മനോഹരമായി, പൂർണ്ണമായി, തികവോടെ ആ വീണ്ടെടുപ്പ് പ്രക്രിയ ദൈവം ഒരുക്കി നിവർത്തിച്ചു സ്ഥാപിച്ചു. ആ വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യതയിൽ വെച്ച് തന്നെയുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത്. മനുഷ്യർ വീണ്ടെടുക്കപ്പെടണം. ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ നാം അതിനെ എവിടെയെങ്കിലും കണ്ടാൽ, ഏതെങ്കിലും മാർക്കറ്റിൽ കണ്ടാൽ അതിന് വില കൊടുത്ത് വീണ്ടെടുക്കും. അത് നമ്മുടേതാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ സ്വയം നടന്ന് മത്സരത്തോടെ ദൈവത്തിൽ നിന്ന് അകന്ന് നടന്നു പോയപ്പോൾ മുടിയനായ പുത്രൻ്റെ സംഭവം കർത്താവ് അവതരിപ്പിച്ചത് ഈ ചിത്രം തരാനാണ്. ദൈവത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിൽ നിന്ന് വിട്ടിറങ്ങിപ്പോയ മനുഷ്യൻ, അവനെ വീണ്ടെടുക്കണം. അവന് ബോധം കെട്ടി അവൻ തിരിച്ചു വരണം. ആ വീണ്ടെടുപ്പിനുള്ള മാർഗ്ഗം ദൈവം ഒരുക്കുകയാണ്. കർത്താവ് യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. നമ്മളെ വീണ്ടെടുക്കുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം ആ സംഭവം ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവം ഭൂമുഖത്ത് താൻ തിരഞ്ഞെടുത്തതായ അബ്രഹാമിന് ഒരു വാഗ്ദാനം കൊടുക്കും. ഏതും തോട്ടത്തിലാണ് വീഴ്ച സംഭവിച്ചത്. പക്ഷേ അബ്രഹാമിലൂടെയാണ് ദൈവം ആ വാഗ്ദാനം ആരംഭിക്കുന്നത്. ഏതും തോട്ടത്തിൽ വെച്ച് ദൈവം ആ വീണ്ടെടുപ്പിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന തരും. ആദ്യം 33:15 ഒരു വാഗ്ദാനം, ഒരു പ്രോമിസ് തരും. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ കടന്നു വന്ന് പിശാചിൻ്റെ തലയെ തകർക്കുമെന്നൊരു വാഗ്ദാനം തരും. എന്നിട്ട് അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് കാണിക്കും. മനുഷ്യനെ നഗ്നത മറയ്ക്കാൻ മൃഗത്തിൻ്റെ രക്തം വീണ് ഒരു തുകലുകൊണ്ട് മനുഷ്യനെ നഗ്നത മറയ്ക്കുന്ന ഒരു സംഭവമുണ്ടാകും. അത് വീണ്ടെടുപ്പിൻ്റെ ചിത്രീകരണമായിരുന്നു. അതിനുശേഷം ജലപ്രളയത്തിലൂടെയും ഈ വീണ്ടെടുപ്പിനുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ആ സന്തതി അവിടെ ദൈവം സംരക്ഷിച്ചതായിട്ട് കാണാം. നോഹയുടെ കാലത്ത് ഭൂമി മുഴുവൻ നശിച്ചു പോകാം, പക്ഷെ ഒരു കുടുംബം മാത്രം രക്ഷപ്പെട്ടു. അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ സംരക്ഷണം അവരുടെ മേലുണ്ടായിരുന്നു. ആ നോഹയുടെ മക്കളായ ഷെമ്മിലൂടെ അബ്രഹാമിൻ്റെ ജന്മമുണ്ടായി. അബ്രഹാമിലൂടെയാണ് ദൈവം ആ വീണ്ടെടുപ്പ് പദ്ധതി ചരിത്രത്തിൽ വാസ്തവത്തിൽ തുറക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കും. അബ്രഹാമിനോട് വാഗ്ദാനങ്ങൾ കൊടുക്കും. ഇതിന് ഞാൻ വലിയൊരു ജാതിയാണ്. നീ സഞ്ചരിക്കുന്ന ദേശം, ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു വരുമ്പോൾ നീ സഞ്ചരിച്ച ദേശമൊക്കെയും ഞാൻ നിനക്ക് തരും. ഇത് രണ്ട് ഭൗതികമായ വാഗ്ദാനങ്ങളാണ്. അബ്രഹാമിനെ മഹാജാതിയാക്കും, ഈ ദേശം ഞാൻ നിനക്ക് തരും. കൂടാതെ ആ വാഗ്ദാനത്തിൽ വളരെ സുപ്രധാനമായ മറ്റൊരു ഘടകമുണ്ട്. നിന്നിൽ ഭൂമിയിലെ സകല സന്തതികളും അനുഗ്രഹിക്കപ്പെടും. അത് ആത്മീക അനുഗ്രഹമാണ്. ഈ ആത്മീക അനുഗ്രഹമാണ് ആ വാഗ്ദാനത്തിൽ പ്രധാനം. അബ്രഹാമിലൂടെ ദൈവം നൽകിയ വാഗ്ദാനത്തിലെ സുപ്രധാനമായ ഘടകം ഈ ആത്മീക അനുഗ്രഹമാണ്. അത് ദൈവം നിവർത്തിക്കും. ഈ വാഗ്ദാനം ദൈവം പിന്നീട് ഇസ്ഹാക്കിനെ ഓർമ്മിപ്പിക്കും, പിന്നീട് അത് യാക്കോബിനെ ഓർമ്മിപ്പിക്കും. ഉൽപ്പത്തി 26, ഉൽപ്പത്തി 28. യാക്കോബ് തൻ്റെ 12 മക്കളെ വിളിക്കും, അനുഗ്രഹിക്കും. അതിനു മുമ്പ് യാക്കോബിന് ഒരു ദർശനമുണ്ടാകും. വീട് വിട്ടിറങ്ങുന്ന യാക്കോബിന് ഒരു ദർശനം കാണും, ഒരു ഏണിയെ കാണും. ആ ഏണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അത് കർത്താവ് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നഥാനിയേലിനോട് സംസാരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അത് കർത്താവ് യേശുവിൻ്റെ 2 ദൗത്യത്തിൻ്റെ സൂചനയാണ്. ഒന്ന്, താൻ പ്രവാചകനാണ്, അതായത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനുഷ്യരെ അറിയിക്കാൻ ദൈവത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നവനാണ്. മറ്റൊന്ന്, മനുഷ്യർക്ക് ദൈവത്തിലേക്ക് കയറിപ്പോകാനുള്ള ഏക വഴി കോവണിയാണ്. അത് മഹാപുരോഹിതനുള്ള ദൗത്യമാണ്. അപ്പോൾ കർത്താവ് യേശുവിൽ നിവർത്തിച്ച 2 മഹാദൗത്യങ്ങളുടെ സൂചന കൂടിയുണ്ട്. ഒന്ന്, കർത്താവ് യേശു ഒരു പ്രവാചകനാണ്, കർത്താവ് യേശു മഹാപുരോഹിതനാണ്. തുടർന്ന് നമ്മൾ കണ്ടത് ഈ വാഗ്ദാനം യാക്കോബ് തൻ്റെ 12 മക്കളെ അനുഗ്രഹിക്കാൻ വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യഹൂദ ഗോത്രം തിരഞ്ഞെടുക്കപ്പെടും. ആദ്യ സന്തതിയല്ല, എങ്കിലും യഹൂദ ഗോത്രത്തെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്
ഉൽപ്പത്തി പുസ്തകത്തിന് 49 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കാണാം. അവകാശമുള്ളവൻ വരുന്നത് യഹൂദയിൽ നിന്നാണ്, ചെങ്കോൽ യഹൂദയിൽ നിന്നാണ്. അത് കർത്താവ് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായി പഴയ നിയമ ചരിത്രത്തെ നമുക്ക് ക്രോഡീകരിച്ച് തരികയാണ്. എന്താണ് പഴയ നിയമ ചരിത്രം? കർത്താവ് ഉൽപ്പത്തി 3:15 വാഗ്ദാനം ചെയ്ത സ്ത്രീയുടെ സന്തതിയായ ആ വീണ്ടെടുപ്പുകാരനായ ആ രക്ഷകൻ ഭൂമിയിലേക്ക് ആവിർഭവിക്കുവാൻ, കടന്നു വരാൻ, ആഗതമാക്കുവാൻ ദൈവം ചരിത്രത്തെ, വംശാവലികളെ, ജനത്തെ, സംസ്കാരത്തെ, ഭാഷകളെ എല്ലാം ദൈവം നിയന്ത്രിക്കുകയായിരുന്നു. നാം ഇനി വളരെ കൃത്യമായിട്ട് ഈ ആത്മിക സന്തതി എന്ന വാഗ്ദാനത്തിലേക്ക് കൂടുതൽ അടുത്ത് ചിന്തിക്കാം. അപ്പോൾ ഇതുവരെയും പറഞ്ഞ അതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ, ഈ പഠനത്തിൽ നമ്മൾ ആദ്യം കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് പ്രവചനത്തിലാണ്. ഈ സന്തതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്തായിരുന്നു? മശിഹായെക്കുറിച്ചുള്ള സന്തതി പരമ്പര, പഴയമത്തിലെ പല സംഭവങ്ങളിലൂടെ എപ്രകാരമാണ് കർത്താവ് യേശുക്രിസ്തുവിൽ നിവൃത്തിയാകുന്നത്? ആദ്യമായിട്ട് ഈ ഒരു വാഗ്ദാനം ദാവീദിന് നൽകപ്പെടും. കാരണം ഇസ്രായേൽ ജനത രൂപീകരിക്കപ്പെടും. ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കപ്പെട്ട്, മോശയുടെ നേതൃത്വത്തിൽ വിടുവിക്കപ്പെട്ടു, യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു. അവസാനം ദൈവം അവരോട് ഒരു നിയമം ചെയ്തു, അവരെ രാഷ്ട്രമാക്കും. ദൈവം രാജ്യമാക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായിരുന്നു ദൈവം അവർക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയത്. പക്ഷെ ജനങ്ങൾക്ക് മറ്റൊരാഗ്രഹമുണ്ടായി. ചുറ്റുപാടുമുള്ള മറ്റ് രാജ്യങ്ങളെ പോലെ തങ്ങൾക്കും രാജാവിനെ വേണമെന്ന് ആഗ്രഹിച്ച യഹൂദന്മാർക്ക് അവരുടെ പിടിവാശി നിമിത്തം ദൈവർക്ക് രാജാവിനെ കൊടുക്കും. ആദ്യം ദൈവം ശൗലിനെ കൊടുക്കും, തുടർന്ന് ശൗലിന് ശേഷം ദാവീദിനെ കൊടുക്കും. ദാവീദിനെ കൊടുക്കുന്ന സമയത്ത് ദൈവം ദാവീദിനോട് നൽകിയൊരു വാഗ്ദാനമുണ്ട്. അപ്പോൾ ഈ സന്തതി പരമ്പര മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം വിഭാവനം ചെയ്ത രക്ഷാപദ്ധതി സാധ്യമാക്കുന്ന ആ സന്തതിയുടെ ആഗമനത്തിനായി ദൈവം തൻ്റെ ജനത്തെ ഒരുക്കുകയാണ്. നാം കണ്ടു ഉൽപ്പത്തി 49 യാക്കോബ് വ്യക്തമായി പറഞ്ഞു, അവകാശമുള്ളവൻ വരുന്നത് യഹൂദയിൽ നിന്നാണ്. യഹൂദ ഒരു സിംഹമാണ്, യഹൂദ സിംഹമായവൻ അവിടെ നിന്ന് വരും. അപ്പോൾ അത് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യഹൂദയിൽ നിന്നാണ് ദാവീദ് വരുന്നത്. ദാവീദിൻ്റെ ഗോത്രമാണ് യഹൂദ ഗോത്രം. ആ ഗോത്രമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഗോത്രം. അപ്പോൾ ദാവീദിനോട് നൽകുന്ന വാഗ്ദാനം നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ അവിടെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് കുറേ സമയങ്ങൾ മുന്നോട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പം യാക്കോബിൻ്റെ മകനായ യഹൂദയിലൂടെയാണ് അവകാശമുള്ളവൻ ആ സന്തതി വരേണ്ടതെന്ന് പറഞ്ഞത് മുതൽ ദാവീദ് രാജാവിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനേക കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിക്കും. ഇതെല്ലാം മറികടന്നുകൊണ്ട് നമ്മളിപ്പോൾ ദാവീദിൻ്റെ ഭരണകാലത്തിലേക്ക് വരികയാണ്. കാരണം ദാവീദിലൂടെയാണ് ഈ സന്തതി നിലനിൽക്കേണ്ടത്, തുടർന്ന് വരേണ്ടത്. അനേക വ്യക്തികൾ ഈ സന്തതി പരമ്പരയിൽ, മശിഹാ സന്തതി പരമ്പരയിൽ ഉണ്ട് എങ്കിൽ പോലും പ്രധാനമായുള്ള വ്യക്തിയാണ്, പ്രധാനമായ താല്പര്യം നാം എടുക്കുന്നത് ദാവീദിനെ കുറിച്ച് ശ്രദ്ധിക്കാനാണ്. ദാവീദ്, ഇത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പുതിയ നിയമം ആരംഭിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് ദൈവാത്മാവ് എഴുതിയത്: അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാമിൻ്റെ പുത്രൻ എന്നറിയപ്പെട്ട ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ അതോടെ അബ്രഹാമിനെ കാണാം, ദാവീദിനെ കാണാം, യേശുവിനെ കാണാം. ഇവർ തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുകയാണ്. അതായത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധിക്കപ്പെടുക എന്ന് അർത്ഥം. പഴയ നിയമത്തിൽ നമ്മൾ കണ്ട അബ്രഹാമിൻ്റെ സന്തതി, ദാവീദിൻ്റെ സന്തതി, ആ സന്തതിയാണ് യേശു എന്ന് പറയുമ്പോൾ പഴയ നിയമവും പുതിയ തമ്മിലുള്ള വലിയൊരു ബന്ധം അവിടെ നൽകുകയാണ്, ഒരു കണ്ണി ചേർത്ത് വയ്ക്കുകയാണ്. അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ വേദഭാഗം തന്നെ പഴയ നിയമത്തിലുള്ള സന്തതി പരമ്പരയെക്കുറിച്ചുള്ള വാഗ്ദാനം, അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതിയെക്കുറിച്ചുള്ള ആ രേഖ പുതിയ നിയമത്തിൽ എപ്രകാരമാണ് ആ വാഗ്ദാനം നിവർത്തിയാക്കപ്പെടുന്നത് എന്നത് പുതിയ നിയമം കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അബ്രഹാമിൻ്റെ സന്തതി, ദാവീദിൻ്റെ സന്തതി എന്ന് പറയപ്പെട്ട വ്യക്തി ആ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ഇപ്പം കർത്താവ് യേശുക്രിസ്തുവാണ് അബ്രഹാമിൻ്റെ സന്തതി, ദാവീദിൻ്റെ സന്തതി. ഒരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പഠന വിഷയം, ശമൂവേൽ 2-ാം പുസ്തകം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നാഥാൻ പ്രവാചകനാണ് ദാവീദിനോട് സംസാരിക്കുന്നത്. എന്നാൽ ദാവീദിന് ദൈവത്തിൻ്റെ ആലയം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപെട്ടകം ഒരു തിരശ്ശീലയിൽ ഇരിക്കുന്നത് ഒരിക്കലും തനിക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം താൻ വലിയൊരു അരമനയിൽ, കൊട്ടാരത്തിൽ, മനോഹരമായ കൊട്ടാരത്തിലാണ് താൻ വസിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആലയം ഒരു കൂടാരത്തിലാണ്. യഥാർത്ഥ ദൈവഭക്തൻ്റെ മനസ്സെപ്പോഴും അങ്ങനെയായിരിക്കും. ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേടുപാടുണ്ടായാൽ ആ വ്യക്തിക്ക് സ്വസ്ഥതയുണ്ടാകില്ല.
കർത്താവ് യേശു ദേവാലയത്തിൽ കള്ളമ്മട ഗുഹയാകുന്നത് കണ്ടിട്ട് എരിവുണ്ടായതുപോലെ ഇപ്പോൾ ദാവീദിനെ സംബന്ധിച്ച ഒരു വലിയ മനസ്സിൽ വലിയ ഭാരമുണ്ടാകും. അത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനായിട്ട് നാഥൻ പറയുമെങ്കിലും ദൈവം അരുളപ്പാടുണ്ടാകും. നാഥാൻ അരുളപ്പാടുണ്ടായിട്ട് പറയും, എൻ്റെ ദാസനെ ദാവീദിനെ നീ ചെന്ന് പറയണം, ഞാൻ അധിവസിക്കേണ്ട നീ എനിക്ക് ആലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ആലയത്തിൽ അധിവസിക്കാത്ത കൂടാരത്തിൽ നിവാസത്തിലുമല്ലോ സഞ്ചരിച്ച് വന്നത്. അപ്പം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ, പക്ഷെ നിൻ്റെ ആലോചന നല്ലതാണ് എന്നെല്ലാമുള്ള പശ്ചാത്തലത്തിന് ശേഷം 11-ാമത്തെ വാക്യം മുതൽ സമയമുള്ളപ്പോൾ 10 വരെ 11 വരെ വായിച്ചു നോക്കുക, നല്ലതാണ്. 11-ാമത്തെ വാക്യത്തിൽ നാഥാൻ പ്രവാചകന് ദാവീദിനോട് പറയാനുള്ള ഇതാണ്, ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവം പറയുന്നതാണ്, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. ഇപ്പൊ ദാവീദ് ദൈവത്തിൻ്റെ ആലയം ഉണ്ടാകുന്നതിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ നിയമപെട്ടകം ഒരു മന്ദിരത്തിൽ വലിയൊരു കെട്ടിടത്തിനകത്ത് വെക്കണമെന്ന് ആഗ്രഹിച്ച ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു ഗൃഹമുണ്ടാക്കും, ഞാൻ നിനക്കൊരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. 13, അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും. ഞാൻ അവൻ്റെ ദാവീദ് അനേക യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് രക്തച്ചൊരിച്ചിലുള്ള കൈയായതുകൊണ്ട് ദൈവം പറഞ്ഞു, ദാവീദ് നീ അല്ല എനിക്ക് വേണ്ടി ആലയം പണിയേണ്ടത്. ആലയം പണിയുക നല്ല കാര്യം, നല്ല ചിന്തയാണ്, പക്ഷെ നീ പണിയണ്ട. ഇപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപരിക്കുന്നവർ മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാകരുത്. യുദ്ധങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരല്ല ആലയം പണിയേണ്ടത് എന്ന് അന്ന് ദൈവം പറഞ്ഞു. എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്തിൻ്റെ സിംഹാസനം എന്നേക്ക് സ്ഥിരമാക്കും. നമുക്ക് വാക്യങ്ങളൊക്കെ മടങ്ങി വരാം. ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകൾക്കും ദർശനത്തിൽ ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. ഇതാണ് നാഥാൻ പ്രവാചകരുടെ ദൈവം ദാവീദിനോട് അരുളി ചെയ്ത കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിത് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ കണ്ടു, ദാവീദിൻ്റെ കുടുംബം, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദിൻ്റെ കുടുംബമാണ് യഹൂദ വംശാവലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഈ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വാക്യങ്ങൾ, അതിനകത്ത് മുന്നിൽ സംഭവിക്കാൻ ചില കാര്യങ്ങൾ പ്രവചന രൂപത്തിൽ പറയാൻ പോവുകയാണ്. അത് ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത് ദാവീദിൻ്റെ സന്തതി പരമ്പര മശിഹായുടെ സന്തതി പരമ്പരയുമായി കൂട്ടിയോജിപ്പിക്കുകയാണ്. മശിഹായുടെ സന്തതി പരമ്പരയിൽ ദാവീദിൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. ഇവിടെ പല കാര്യങ്ങൾ ദൈവം ദാവീദിൻ്റെ സന്തതി പരമ്പരയിലൂടെ നിവൃത്തിയാക്കുന്നതിനെ എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ വേദഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ? ഒന്നാമത്, ദാവീദിനോട് ദൈവം പറഞ്ഞു, ദാവീദേ, ഞാൻ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും. ദാവീദ് ദൈവത്തിന് വേണ്ടി ആലയം പണിയാൻ ആഗ്രഹിച്ചു. ദൈവം, ദാവീദ് നീ അല്ല പണിയേണ്ടത്, നിന്റെ കൈ രക്തം ചൊരിഞ്ഞതാണ്, നിന്റെ സന്തതിയാണ് പണിയേണ്ടത്. പക്ഷെ ഞാൻ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും എന്ന് 11-ാം വാക്യത്തിൽ കാണാം. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നാഥാൻ പറയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞ കാര്യം, ദൈവം പറഞ്ഞു, നിനക്ക് ഞാനൊരു ഗൃഹമുണ്ടാക്കുമെന്ന്. ഈ ഗൃഹമെന്ന് പറയുന്നത് ആത്മീകമായ ഗൃഹത്തെക്കുറിച്ചല്ല, വസ്തുവകൾ കൊണ്ട് കെട്ടിയ ഒരു കെട്ടിടത്തെക്കുറിച്ചല്ല, കല്ലും മണ്ണ് കൊണ്ടുണ്ടാക്കിയ തടികൾ കൊണ്ടുണ്ടാക്കിയ ദേവദാരുകൾ കൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തെക്കുറിച്ചല്ല. ഇത് പറയുന്നത് ദാവീദിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്, ദാവീദിൻ്റെ കുടുംബത്തെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ്. ഇപ്പൊ കുടുംബം എന്ന വാക്ക് എബ്രായലേഖനം 1:11-7 തൻ്റെ കുടുംബത്തിലൊക്കെ മോശ വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ ഉപയോഗിച്ച അതേ വാക്ക് തന്നെയാണ്. അപ്പൊ ദാവീദിൻ്റെ കുടുംബം ദൈവം പണിയും, ദാവീദിൻ്റെ സന്തതി പരമ്പരകൾ, ദാവീദിൻ്റെ കുടുംബം എന്നും ഓർമ്മിപ്പിക്കപ്പെടും. ഇന്ന് ഈ ഈ പ്രഭാതത്തിൽ നാം ദാവീദിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും. അത് ദൈവ പദ്ധതിയാണ്. ദാവീദിന് ഞാൻ നിനക്കൊരു ഗൃഹം പണിയും, നിനക്കൊരു കുടുംബം പണിയും, നിന്റെ കുടുംബം മറന്നുപോകില്ല, നിന്റെ വിളക്കണയില്ല, നിനക്കൊരു കുടുംബം ഞാൻ പണിയും, നിനക്കൊരു ഗൃഹം ഞാൻ പണിയും. രണ്ടാമത് ദൈവം പറഞ്ഞത് 12 മുതൽ 16 വരെ, ഈ ഗൃഹത്തിൽ നിന്നായിരിക്കും
ഒരു സന്തതി വരാൻ പോകുന്നു. ഞാൻ നിനക്ക് വേണ്ടി പണിയുന്ന നിന്റെ പരമ്പര, നിന്റെ സന്തതി പരമ്പര അടങ്ങുന്ന ആ ഗൃഹത്തിൽ നിന്നായിരിക്കും ഒരു സന്തതി വരാൻ പോകുന്നത്. ഇപ്പോൾ സന്തതി പരമ്പരകളെ, ആ പരമ്പരയെ വംശാവലിയെ ഇങ്ങനെ ചുരുക്കി 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 കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിന് നടുവിൽ നിന്ന് വരേണ്ടത് യഹൂദ ഗോത്രത്തിലായി, യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ കുടുംബമായി, ദാവീദിൻ്റെ കുടുംബത്തിൽ ദാവീദിൻ്റെ മക്കളിൽ ഒരാളായി മാറി. ഇപ്പോൾ ദാവീദിൻ്റെ ഈ വലിയ വിശാലമായ കുടുംബത്തിൽ ദൈവം അവിടെ ദാവീദിനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത്. മശിഹ കടന്നു വരേണ്ട ദാവീദിൻ്റെ സന്തതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാവീദിലൂടെയാണ് സന്തതി വരേണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കുടുംബം യഹൂദ ഗോത്രത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തെ തിരഞ്ഞെടുത്തില്ല, ദാവീദിൻ്റെ കുടുംബത്തെയാണ് തിരഞ്ഞെടുത്തത്. അത് വ്യക്തിപരമായി ദാവീദിനോട് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ കുടുംബത്തെ പണി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഈ കുടുംബം, ദൈവം പണിയുന്ന കുടുംബത്തെ ഇവിടെ പറയുമ്പോൾ 4 കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 4 കാര്യങ്ങൾ ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വരും. നിന്റെ സന്തതി അവിടെ പറയുന്നുണ്ട്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, 12-ാം വാക്യം, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്തെ ഉറപ്പാക്കുകയും ചെയ്യും. അവൻ്റെ നാമത്തിന് ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്തിന് സിംഹാസനം എന്നേക്ക് സ്ഥിരമാക്കും. അപ്പോൾ നിന്റെ സന്തതിയിലാണ് ഞാൻ വാസ്തവത്തിൽ പണിയാൻ പോകുന്നത്, നിന്നിലൂടെ വരുന്നൊരു സന്തതി. അപ്പോൾ ഒന്നാമത് ദൈവം പറഞ്ഞു 12-ാം വാക്യത്തിൽ ദാവീദിന്റെ സന്തതി ഒരു രാജ്യം പണിയും. രണ്ടാമത് ദൈവം പറഞ്ഞു ആ രാജ്യം ഞാൻ സ്ഥിരപ്പെടും. മൂന്നാമത് അവൻ എനിക്കൊരു ഗൃഹം പണിയും, 13-ാം വാക്യം, അവൻ എനിക്ക് എൻ്റെ നാമത്തിനൊരു ആലയം പണിയും. 4, ഞാൻ അവന് പിതാവായിരിക്കും. ഈ 4 കാര്യങ്ങൾ ദൈവം ഓർമ്മിപ്പിക്കും. 1, ദാവീദിന്റെ സന്തതി ഒരു രാജ്യം പണിയും, 12-ാം വാക്യം, നിന്റെ പിതാക്കന്മാരുടെ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തി അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. ഇപ്പോൾ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞ് അവൻ്റെ രാജ്യത്തെ ഞാൻ ഉറപ്പാക്കും. രണ്ടാമത്. മൂന്നാമത് അവൻ എനിക്കൊരു ഗൃഹം പണിയും, ദാവീദിന്റെ സന്തതി. 4, ഞാൻ അവൻ അപ്പനായിരിക്കും. അപ്പം ഈ വിധത്തിലാണ് ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ സിംഹാസനം, ദാവീദിന്റെ ഗൃഹം എന്നിവയെക്കുറിച്ച് ദൈവം വാഗ്ദാനം ചെയ്തത്. 16-ാം വാക്യം വീണ്ടും കേൾക്കുക, 2 ശമൂവേൽ 7:16. നിങ്ങളിതിനെ വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും. നിന്റെ ഗൃഹം, നിന്റെ രാജ്യത്വം എൻ്റെ മുമ്പാകെ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്ക്. 3 കാര്യങ്ങൾ 16-ാം വാക്യത്തിൽ കാണാം: ഗൃഹം, രാജ്യത്വം, സിംഹാസനം. ദാവീദിനോട് പറയുകയാണ്, നിന്റെ സന്തതി, നിന്റെ ഗൃഹം, നിന്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ എന്നേക്ക് സ്ഥിരമായിരിക്കും. ഇത് ദാവീദിന് കൊടുത്ത വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രതയോടെ, തീഷ്ണതയോടെ ദൈവത്തിനു വേണ്ടി യുദ്ധങ്ങൾ നടത്തിയ, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് വാഞ്ചിച്ച, അതിനുവേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചൊരു ദാവീദിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. ദൈവത്തിനുള്ളിൽ നൽകുന്ന ഒരാളെ ദൈവം വെറുതെ വിടില്ല, ഒരെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തിനുള്ളിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളും വൃഥാവായി പോകില്ല. ദൈവം അത് അറിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ദാവീദിന്റെ സന്തതി എന്ന് പറയുന്നത് യേശു, കർത്താവ് യേശുക്രിസ്തുവിനെയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്, ശലോമോനെ കുറിച്ചല്ല. അവിടെ പറയുന്ന സന്തതി, നിന്റെ സന്തതി എനിക്ക് ഗൃഹം പണിയും, നിന്റെ സന്തതി എനിക്കൊരു രാജ്യം പണിയും, അവൻ്റെ സിംഹാസനം സ്ഥിരമായിരിക്കും, അവൻ എനിക്ക് വേണ്ടി ഗൃഹം പണിയും എന്നൊക്കെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എബ്രായർക്ക് ലേഖനം 1-5 വാക്യത്തിൽ ഇതേ വേദഭാഗം 2 ശമൂവേൽ 7:11-16 ഉള്ള വേദഭാഗത്തിൽ നിന്ന് എബ്രായ ലേഖനം 1:5 കർത്താവ് യേശുവിൻ്റെ പരമോന്നതമായ ഔന്നിത്യത്തെ അവതരിപ്പിക്കുന്ന എബ്രായ എഴുത്തുകാരൻ യേശുക്രിസ്തു എത്രത്തോളം ഉന്നതനാണ്. പല കാര്യങ്ങളും അവതരിപ്പിക്കുക. അന്ത്യകാലത്ത് നമ്മളോട് ദൈവം സംസാരിച്ച പുത്രനിലൂടെയാണ്. അവനാണ് സകലത്തിനും അവകാശി, അവനാണ് സകലത്തെ സൃഷ്ടിച്ചവൻ, അവൻ പാപങ്ങൾ പരിഹാരം വരുത്തിയവനാണ്, ഉയരത്തെ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവനാണ്, താൻ ദൈവദൂതന്മാർക്കുള്ള വിശിഷ്ടനാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം 5-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖനം, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുന്നുവെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ട്. ആ പ്രത്യേകമായ ഉദ്ധരണി, അതായത് ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ എന്ന പ്രസ്താവന 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നിന്നാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞതാണ്, നിനക്കൊരു സന്തതി വരുമല്ലോ, എൻ്റെ ഭവനം പണിയുന്ന, എൻ്റെ രാജ്യം പണിയുന്ന, ഉറപ്പിക്കപ്പെടുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഒരു സന്തതി നിനക്ക് വരുമല്ലോ.
ആ വ്യക്തിക്ക് ഞാൻ പിതാവായിരിക്കും. അത് രണ്ടർത്ഥമുണ്ട്, അതിനെക്കുറിച്ച് വരാം അല്പം കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് ഒന്ന് എബ്രായലേഖനം 1:5 അവിടെ വ്യക്തമായി തെളിയിക്കുന്നു. കാരണം പഴയ നിയമത്തിലുള്ള വേദഭാഗം പുതിയ നിയമത്തിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. രണ്ടാമത് ഇതേ വേദഭാഗം പത്രോസ് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ആദ്യ സുവിശേഷ പ്രസംഗം നടക്കുമ്പോൾ കർത്താവ് യേശുവിനെക്കുറിച്ചും സിംഹാസനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 2-ാം അധ്യായം 30-31 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ. എന്നാൽ അവൻ പ്രവാചകൻ, ദാവീദ് പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം അവിടെ വ്യക്തമായിട്ട് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഇവിടെ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വേദഭാഗത്തിൽ അപ്പോൾ ദാവീദ് പ്രവാചകനായാൽ അവൻ ദൈവം അവൻ്റെ കടിപ്രദേശം, അവൻ്റെ ഉദരഫലം, അവൻ്റെ സന്തതി പരമ്പര, അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഇപ്പോൾ ദാവീദിൻ്റെ സന്തതി പരമ്പരയിലൂടെ വരാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത്. ആ സിംഹാസനം ദാവീദിൻ്റെ സിംഹാസനം എന്ന് വിളിക്കപ്പെട്ട സിംഹാസനമാണ്. അപ്പോൾ അവിടെയും നമ്മൾ കണ്ടു പത്രോസ് പെന്തക്കോസ്ത് പ്രസംഗിക്കുമ്പോഴും 2 ശമൂവേലിലെ വിഷയം കൈകാര്യം ചെയ്യുന്നു. വളരെ സുപ്രധാന വേറൊരു വേദഭാഗത്തിലേക്ക് പോകാം. 89-ാം സങ്കീർത്തനം. 89-ാം സങ്കീർത്തനത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 26 മുതൽ 37 വാക്ക് നമുക്ക് വേഗത്തിൽ വായിച്ചു പോകേണ്ടി വരും. ഈ 89-ാം സങ്കീർത്തനം 26 മുതൽ 37 വാക്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടത് കേൾക്കുക. ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. എൻ്റെ പുത്രന്മാരിൽ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവിടെ ലംഘനത്തെ വടികൊണ്ടും അവിടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ പോഷ്ക്ക് പറയുകയില്ല. ശ്രദ്ധിക്കുക, അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. അപ്പോൾ ഇത് 2 ശമൂവേലിലെ വിഷയമാണ്. ദാവീദിനോട് നാഥാൻ പ്രവചൻ പറഞ്ഞ കാര്യമാണ്. പ്രത്യേകിച്ച് 29-36 ഒരിക്കൽ കൂടെ കേൾക്കാം. 29-ാം വാക്യം 26 മുതലാണ് വായിക്കേണ്ടത്. അവൻ എന്നോട് നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. 27 ഞാൻ അവൻ എൻ്റെ ദയയെ എന്നേക്കും കാണിക്കും, എൻ്റെ നിയമം അവന് സ്ഥിരമായി നൽകും. എന്നിട്ട് 29 ഞാൻ അവൻ്റെ സന്തതിയെ, ദാവീദാണ് വിഷയം, ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. അതിൻ്റെ 36-ാം വാക്യം വീണ്ടും വായിക്കുന്നു. അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അപ്പോൾ ഈ 2 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ദാവീദിൻ്റെ സന്തതി, ആ സിംഹാസനം എന്നേക്ക് സ്ഥിരമാണ്. ദാവീദിനോട് ഞാൻ സത്യം ചെയ്തു ഉറപ്പിച്ചു, ഞാൻ പിന്മാറില്ല. ദൈവം പറയുകയാണ് 27-ാം വാക്യം പറഞ്ഞതുപോലെ ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് ശ്രേഷ്ഠനുമാക്കും. ആ പ്രയോഗം പൗലോസ് അപ്പോസ്തലൻ റോമർ 8:29 ആദ്യജാതൻ എന്ന പ്രയോഗത്തിൽ അത് കാണാം. ആദ്യജാതൻ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതനായ വ്യക്തി കർത്താവ് യേശുവിനെക്കുറിച്ച് അവൻ ആദ്യജാതനാണ്. റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ ആ വാക്യം ഇപ്രകാരം ഉപയോഗിക്കപ്പെടുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുൻസ്ഥാനത്ത് വരേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കർത്താവ് യേശുവാണ് ആദ്യജാതൻ. ഇതേ പ്രയോഗം കൊലോസ് ലേഖനം 1:15 കാണാം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് യേശുവിൻ്റെ പരമോന്നതമായ സ്ഥാനം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വില കൊടുക്കേണ്ട മൂല്യമുള്ള വ്യക്തി കർത്താവ് യേശുവാണ് ആദ്യജാതൻ. ആദ്യം ജനിച്ചു എന്നല്ല, പ്രോമിനൻറ്റ് ഇമ്പോർട്ടൻസ് ആണത്. ആദ്യജാതൻ എന്ന വാക്ക് അവിടെ കർത്താവ് യേശുവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായി ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞ വ്യക്തി അത് ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചു. ഭൂരാജാക്കന്മാർ, അതായത് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്. അത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിൽ നിന്നുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചുള്ള ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇതിൻ്റെ ബന്ധങ്ങൾ കാണുക. 2 ശമൂവേൽ 7-ാം അധ്യായം 11 മുതൽ 16 വരെ നാഥാൻ പ്രവചകൻ ദാവീദിനോട് പറഞ്ഞ വിഷയം. ദാവീദ് ദൈവത്തിന് വേണ്ടി പണിയാൻ ആഗ്രഹിച്ചു. ഇത് പറഞ്ഞില്ല, ഞാൻ നിനക്ക് വേണ്ടി പണിയും. നിന്റെ സിംഹാസനം, നിന്റെ രാജ്യത്വം, നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്റെ പേരെന്നും ഓർക്കും, നിന്റെ ദീപം അണയാൻ ഞാൻ നോക്കും.
നിന്റെ സിംഹാസനം ഇരിക്കാൻ ഒരാളില്ലാതിരിക്കില്ല. ദാവീദിന്റെ സിംഹാസനത്തെക്കുറിച്ച് പറഞ്ഞ ഭൗതികമല്ല, അത് ശലോമോന്റെ സൈറ്റ് രണ്ടായി കയറി പറഞ്ഞു പോകും. പക്ഷെ ദാവീദിന്റെ സിംഹാസനം എന്നറിയപ്പെട്ടത് പെന്തക്കോസ്തിൽ പത്രോസ് പ്രസംഗിച്ചു. ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇരിക്കുന്നത് ദാവീദിന്റെ സിംഹാസനത്തിലാണ്. ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞു അപ്പം ദാവീദിന്റെ സിംഹാസനം ഇരിക്കാനുള്ള ഒരു ശിശുവാണ്. ദാവീദിന്റെ സിംഹാസനം ദൈവം ഉറപ്പിച്ചു, എന്നേക്ക് സ്ഥിരപ്പെടുത്തി. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ദൈവം തിരിച്ച് നിനക്ക് ചെയ്യാൻ പോകുന്ന ഇതാണ്. അത് കർത്താവ് യേശുവിനെ കുറിച്ചാണ്. അതെങ്ങനെ അറിയാം? ഹെബ്രായലേഖനം 1:5, പ്രവർത്തന പുസ്തകം 2:30-31, സങ്കീർത്തനം 89, കൊലോസ് ലേഖനം 1:15, റോമർ 8:29 വാക്യങ്ങളിലെല്ലാം ഈ വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ പരാമർശിച്ചു, സങ്കീർത്തനത്തിൽ പരാമർശിച്ചു. അതിൽ നിന്നറിയാം അത് യേശുവാണ്, യേശുവിനെ കുറിച്ചാണ്. ഭൂരാജക്കന്മാരുടെ അധിപതി യേശുവാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട സംശയം ചിലർക്കുണ്ടാകാം. കാരണം 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ അവൻ തെറ്റ് ചെയ്താൽ ഞാൻ അവനെ അടിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. അതെന്താണ്? അത് വാസ്തവത്തിൽ യേശുവിനെ കുറിച്ചല്ല, അത് ശലോമോനെ കുറിച്ചാണ്. കാരണം പ്രവചനങ്ങളിൽ പ്രവചനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഡ്യുവൽ പ്രൊഫസി, ഡബിൾ പ്രൊഫസി എന്ന് പറയും. ഒരു വിഷയത്തെക്കുറിച്ച് പ്രവചനം നടത്തുമ്പോൾ ആ പറയുന്ന സമയത്തുള്ള അതിനെ ബാധിക്കുന്ന വിഷയവും കാണും, അത് ഭാവിയിലുള്ളൊരു നിവൃത്തിയും കാണും. ഇവിടെ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ അവിടെ പറയുന്നത്, അതായത് അവന് ഞാൻ പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും, അവൻ കുറ്റം ചെയ്താൽ എന്ന് പറയുന്ന യേശുവിനെ കുറിച്ചല്ല. കർത്താവ് യേശു കുറ്റം ചെയ്യില്ല, പാപമില്ലാത്തവനാണ്, നിഷ്കളങ്കനാണ്. പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലം. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും, എങ്കിലും നിന്റെ മുമ്പിൽ ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന പോലെ. അപ്പോൾ ആ മനുഷ്യവർഗത്തിൽപ്പെട്ട രാജാവാണ്. അതാണ് അവിടെ പറയുന്നത്. 14-ാം വാക്യത്തിൻ്റെ പകുതിയിലും 15 വാക്യം പറയുന്നത് ശലോമോനെ കുറിച്ചാണ്. ശൗലിനെ ഞാൻ നീക്കിക്കളഞ്ഞ പോലെ അവനെ നീക്കിക്കളയില്ല. അവൻ തെറ്റ് സംഭവിക്കും, അവനെ നീക്കിക്കളയില്ല, അവങ്കിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും നിന്റെ ഉമ്മക്ക് എന്നേക്ക് സ്ഥിരമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 വാക്യങ്ങൾ, 14-ാം അധ്യായത്തിൻ്റെ പകുതിയും 15 വാക്യം പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ല, അത് ശലോമോനെ കുറിച്ചാണ്. ശലോമോന്റെ തൊട്ടടുത്ത മകൻ, ഏറ്റവും അടുത്ത സന്തതി ദാവീദിന്റെ ഏറ്റവും അടുത്ത സന്തതി ശലോമോനാണ്. അപ്പോൾ ശലോമോനെ കുറിച്ച് പറഞ്ഞത്, ശലോമോൻ ദാവീദിന്റെ സന്തതിയാണ്, ബത്ശേബയിൽ നിന്നുള്ള സന്തതിയാണ്. ശലോമോൻ ദൈവത്താൽ സ്ഥിരപ്പെട്ട രാജ്യത്തിലിരിക്കുന്നവനാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ശലോമോനെ കുറിച്ച് ഇപ്രകാരം നമുക്ക് വായിച്ചു കേൾക്കാം. 1 രാജാക്കന്മാർ 2:12. ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്നു. അവൻ്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. അവൻ്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. അപ്പോൾ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്നു, എൻ്റെ രാജ്യത്ത് സ്ഥിരമായി വന്നു. ശലോമോനാണ് ദൈവത്തിൻ്റെ ആലയം പണിത്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം മുഴുവനും നമുക്കതിനെക്കുറിച്ച് കാണാൻ കഴിയും. എങ്ങനെയാണ് ആലയം പണിതത്, എൻ്റെ വാതിലുകൾ കാണും, എൻ്റെ അളവുകൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകുന്ന ഒരു അധ്യായമാണ് 1 രാജാക്കന്മാർ 6-ാം അധ്യായം. ഈ ശലോമോൻ ക്രിസ്തുവിൻ്റെ നിഴലാണ്. ശലോമോൻ ഒരു ആലയം പണിതു. ആലയം സഭയുടെ നിഴലാണ്. ശലോമോൻ ക്രിസ്തുവിൻ്റെ നിഴലാണ്. ശലോമോൻ പണിത ആലയം സഭയുടെ മറ്റൊരു നിഴലാണ്. പക്ഷേ 14-15 വാക്യങ്ങൾ 2 ശമൂവേൽ 7 അത് ശലോമോനെ കുറിച്ചാണ് സംസാരിക്കുന്ന, ക്രിസ്തുവിനെ കുറിച്ചല്ല. കാരണം ക്രിസ്തു ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾ എന്നിൽ പാപത്തെ വെളിപ്പെടുത്താമോ? എന്നിൽ പാപമില്ല, നിർമ്മല നിഷ്കളങ്കം പാപികളോട് വേർപെട്ടവനാണ്, എബ്രായലേഖനം. അപ്പോൾ ഇത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും, അത് ക്രിസ്തുവിനെ കുറിച്ചല്ല, ശലോമോനെ കുറിച്ചാണ്. അപ്പോൾ ഒരു പ്രവചനത്തിന് 2 ഭാഗങ്ങൾ. പ്രവചനം 2 ശമൂവേൽ 7 11-16 വരെ ദൈവം പ്രവചനം വാഗ്ദാനം ദാവീദിന് കൊടുക്കുകയാണ്. ദാവീദ് ദൈവത്തിനുവേണ്ടി ആലയം പണിയാൻ ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞു, വേണ്ട, ഈ കാര്യങ്ങളെ ക്രമീകരിച്ചു കൊടുക്കുക, നിന്റെ സന്തതി പണിയും, നിന്റെ മകൻ പണിയും. അത് ഭൗതികമായിട്ട് ദൈവത്തിൻ്റെ ആലയപ്പണി നടത്തിയ ശലോമോനാണ്, അതിന് പ്രതിഷ്ഠ നടത്തിയ ശലോമോനാണ്. അപ്പോൾ ശലോമോൻ ദാവീദിന്റെ സന്തതിയാണ്, ദാവീദിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അത് 1 രാജാക്കന്മാർ 2:12 വായിച്ചു. ദാവീദിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ദൈവം അവൻ്റെ രാജ്യത്തെ സ്ഥിരപ്പെടുത്തി. അവൻ ദൈവത്തിൻ്റെ ഒരു ആലയം പണിതു. ഇതൊക്കെ ശലോമോനെ കുറിച്ച്. മറുവശത്ത് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തു ദാവീദിന്റെ സന്തതിയാണ്, മത്തായി 1:1. അപ്പോൾ ഒരു പ്രവചനത്തിന് 2 ഭാഗം, ഒന്ന് ശലോമോനെ കുറിച്ച്, മറ്റൊന്ന് ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തു ദാവീദിന്റെ സന്തതിയാണ്. ക്രിസ്തു ഇരിക്കുന്നവിടെയാണ്. പ്രവൃത്തികൾ 2:30-31 അവിടെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ചു കേട്ടു. ഒരിക്കൽ കൂടെ ഞാൻ വായിച്ച് ഓർമ്മിപ്പിക്കാം. 2:30-31 എന്നാൽ അവൻ പ്രവാചകൻ ദാവീദിനെ കുറിച്ച്, ആകയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തെ വലത്തുനിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് അരുളി ചെയ്തു എന്ന് സത്യം ചെയ്ത് ഉറപ്പിച്ചു. അപ്പം ഒരു വ്യക്തിയെ സിംഹാസനത്തിൽ, ശലോമോന്റെ സിംഹാസനത്തിൽ ദൈവം ഒരാളെ ഇരുത്തും.
ദാവീദിന്റെ സിംഹാസനം ഒരാളെ ഇരുത്തുമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ മറിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മൾ ഇദ്ദേഹത്തെ വായിച്ചുള്ള ഭാഗമാണ്, നമുക്കറിയാം. മറിയോട് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു, 1-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം, അവന്റെ പിതാവായി ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തെ എന്നേക്ക് രാജാവായിരിക്കും. ലൂക്കോസ് 1:32 വാക്യം. അപ്പോൾ വ്യക്തമാണ് ഈ വിഷയം. 2 ശമൂവേൽ 7-ാം അധ്യായം 11-16 വരെ. നാഥാൻ പ്രവാചകൻ, ഞാൻ ആവർത്തിക്കുകയാണ്, കാരണം പലരുടെ മനസ്സിൽ സംശയം വരാതിരിക്കുക. നാഥാൻ പ്രവാചകരുടെ ദൈവം ദാവീദിനോട് പറയാൻ പറഞ്ഞ കാര്യം, നിനക്ക് വേണ്ടി ഞാനൊരു ഗൃഹം പണിയും. അതാണ് ഇവിടെ പറയുന്നത്. അത് സ്ഥിരമായിരിക്കും, ഞാൻ സ്ഥിരപ്പെടുത്തും, നിന്റെ സന്തതിയിൽ സ്ഥിരമായിട്ടിരിക്കും. അതേസമയത്ത് നിന്റെ വരുന്ന സന്തതിയിലൂടെ, ആ സന്തതി എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. സന്തതിയിലൂടെ ഞാൻ എന്നേക്ക് സ്ഥിരമായ രാജ്യം പണിയും. അപ്പോൾ ശലോമോൻ ദാവീദിന്റെ സന്തതിയാണ്, ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം സ്ഥിരപ്പെടുത്തി, അപ്പോൾ ദൈവത്തിന് ആലയം പണിതു. അതിൻ്റെ മറുവശത്ത് ക്രിസ്തു ദാവീദിന്റെ സന്തതിയാണ്, ദാവീദിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന. പ്രവൃത്തികൾ 2:30-31 പത്രോസ് പ്രസംഗിച്ചു. മാത്രമല്ല, ക്രിസ്തുവാണ് ഒരു രാജ്യം സ്ഥാപിച്ചത്. കൊലോസ്യർ 1:13 ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മൾ ആക്കി വെച്ചു. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ വെളിപാട് പുസ്തകത്തിലും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഭ അവന്റെ രാജ്യമാണ്. ഇവിടെ പറയുന്നുണ്ട്, അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും മാറ്റി വെച്ചു. സഭയാണ് ദൈവരാജ്യം. മാത്രമല്ല, കർത്താവ് സഭ പണിതു. 16-18 ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ സഭയാണ് ദൈവത്തിൻ്റെ ആലയം. 1 തിമോത്തിയോസ് 3:15 ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായ അവൻ്റെ സഭ. ദൈവത്തിൻ്റെ ആലയം സഭയാണ്. ക്രിസ്തു അത് പണിതു. ക്രിസ്തു ഇരിക്കുന്ന ദാവീദിന്റെ സിംഹാസനത്തിലാണ്. പ്രവൃത്തികൾ 2 പത്രോസ് പ്രസംഗിച്ചു. ക്രിസ്തു ദാവീദിന്റെ സന്തതിയാണ്. ഒരു വശത്ത് ശലോമോൻ, മറുവശത്ത് ക്രിസ്തു. രണ്ടുപേരിലും അത് നിവൃത്തിയാവുകയുണ്ടായി. അവൻ തെറ്റിയതാൽ വടികൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ ശലോമോനെ കുറിച്ചാണ്. ഇത് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. വീണ്ടെടുപ്പിനായിട്ട് ദൈവം ഒരുക്കുന്ന വഴി ഇത് തുടർച്ചയായ പഠനമാണ്. ഈ പഠനം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ അത് പരിഹരിക്കാൻ നോക്കണം. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വിടവ് നികത്താൻ പറ്റിയില്ലെന്ന് വരും. ആശയക്കുഴപ്പം ഉണ്ടാകും, സംശയമുണ്ടാകും. വീണ്ടെടുപ്പ് ഒരു ദൈവപൈതൽ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കേണ്ട വിഷയമാണ്. ഇത് നിങ്ങൾ അനുഗ്രഹിക്കേണ്ട. വീണ്ടും കേൾക്കാൻ സംശയമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പ്രവചനം നിവൃത്തിയാകുന്നത്? അടുത്ത പാഠത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ദാവീദിന്റെ സന്തതി. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ദാവീദിന്റെ സന്തതിയെക്കുറിച്ച് പറയുന്ന പരാമർശങ്ങളെക്കുറിച്ചാണ്. ദൈവങ്ങളെ സഹായിക്കുന്നു. താങ്ക് യു.